ഇനി നമ്മളേ രണ്ട് കൈ കൊണ്ടും കണ്ടോ ഇങ്ങനെ റൗണ്ടില് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം നിങ്ങൾ ഇത് നന്നായിട്ട് ബാക്കിലൊക്കെ ഇങ്ങനെ കണ്ടല്ലോ ഇങ്ങനെ കുറേശ്ശെ ചെയ്തിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുക. ഹലോ, രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ പോണത് ഒരു കുട്ടി ചോദിച്ചതിനനുസരിച്ചിട്ടാട്ടോ കഴുത്തിന് ചുറ്റേ കക്ഷം കൈമുട്ടൊക്കെ നല്ല ബ്ലാക്ക് വരികയാണ്. അതെന്താ കാരണം ഒന്നും അറിയില്ല. അപ്പൊ അറിയാലോ, പ്രായം ചെല്ലും തോറും നമ്മളെ സ്കിന്നൊക്കെ നല്ല ഡാർക്കായി വരുന്നുണ്ട് ചിലവർക്ക് അല്ലേ. അപ്പൊ അതിനുള്ളൊരു നല്ലൊരു റെമഡി ആയിട്ടാണ് അമ്മ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവരും അമ്മയെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഒരു കുട്ടിയൊക്കെ പറയണ്ടേ ഫോണിലേക്ക് അന്നന്ന് നമുക്ക് വരുന്നില്ല എന്ന്, വീഡിയോ എടുത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ വീഡിയോ ഇടാത്ത ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണോട് കൂടിയിട്ട് ആ ബെല്ലൈക്കൻ അമർത്തിയിട്ട് ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് അനേബിൾ ചെയ്യാൻ എല്ലാവരും മറക്കണ്ട കേട്ടോ. എങ്കിലാണ് അമ്മ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വരുള്ളൂ. ഇനി അമ്മ ഒരു മാസത്തെ ഹെയർ കെയർ ടിപ്പൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ഇന്നിപ്പോ ആ കുട്ടി അനുസരിച്ചിട്ട് അമ്മ വേഗം പറഞ്ഞു തീർക്കുകയാണ്. ആർക്കും സമയമില്ലാത്ത കാലമാണ്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. നമുക്ക് ഈ എന്താ പറയാ ഈ പിന്നെന്താ കെമിക്കൽ കൂടിയതൊക്കെ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ബ്ലാക്ക് കളറിലേക്ക് തന്നെ വരും കേട്ടോ വീണ്ടും. അപ്പൊ നമ്മളെ വീട്ടിലുള്ള നാച്ചുറൽ റെമഡീസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കണം. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് നമ്മളെ കാപ്പിപ്പൊടിയാണ്. ആദ്യം കണ്ടല്ലോ അതിന് നമുക്ക് ഒരു സ്പൂണ് കാപ്പിപ്പൊടിയാണ് ആദ്യം വേണ്ടത്. നമുക്ക് ആദ്യം വേണ്ടത് ഒന്ന് സ്ക്രബ് ചെയ്യാണ്. സ്ക്രബ് ചെയ്യാനുള്ള സാധനങ്ങളാണ് അമ്മ വേഗം പരിചയപ്പെടുത്തി തരുന്നത് എല്ലാവർക്കും. അതിലേക്ക് നമുക്ക് വേണ്ടത് 1 സ്പൂണ് കാപ്പിപ്പൊടി, പൊടിക്കാത്ത പഞ്ചസാര എടുക്കുക കേട്ടോ, നല്ലത് സ്ക്രബിന്. 1 സ്പൂണ് പഞ്ചസാര കണ്ടല്ലോ, ഇതാണ് ഇനി നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് എന്താ വേണ്ടത് കാണിച്ചു തരാം. ഇനി നമുക്ക് റോസ് വാട്ടർ കൊണ്ടാട്ടോ അത് നമ്മൾ ലൂസ് ആക്കേണ്ടത്. നമുക്ക് വെള്ളം ഏറാതെ നോക്കണം കേട്ടോ. അതൊരു ടൈറ്റ് ആയിട്ട് തന്നെ വേണം. കാരണം പഞ്ചസാര ആകുമ്പോൾ ഒരു തുള്ളി വെള്ളം ഏറിയ പോലെ ആവും. പിന്നെ നമ്മൾ കാപ്പിപ്പൊടി ഇട്ട് തിരിയും. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ഇതൊക്കെ എല്ലാവരും വെള്ളം ചേർക്കണം കേട്ടോ. അതും വല്ലാതെ ലൂസായ നന്നല്ല. ഇനി റോസ് വാട്ടർ ഇല്ലാത്തവരാരും ഭയപ്പെടുന്നു വേണ്ട. റോസ് വാട്ടർ ആകുമ്പോൾ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആണ്. പച്ചവെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂട്ടാട്ടോ. പച്ചവെള്ളം കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പഞ്ചസാരയും കാപ്പിപ്പൊടിയും നന്നായിട്ട് നമ്മളുള്ള നല്ലൊരു സ്ക്രബ്ബറാണ്. അല്ല, ഇനി നിങ്ങൾക്ക് കാപ്പിപ്പൊടി അല്ല വീട്ടിലെ കാപ്പിപ്പൊടി വാങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം സ്ക്രബിന് എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ അറിയാലോ. അരിപ്പൊടിയോട് നല്ലൊരു സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അരിപ്പൊടി എടുത്തിട്ടും ഇതിന് സ്ക്രബ്ബർ ഉണ്ടാക്കിക്കോളൂ. കാപ്പിപ്പൊടി തന്നെ വേണമെന്നില്ല, പക്ഷെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാപ്പിപ്പൊടിയാണ്. അപ്പൊ എനിക്ക് ഈ ചെയിൻ ഇട്ടിട്ടാ തോന്നുന്നു എൻ്റെ ഈ കഴുത്തിലേ നല്ല ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത ആളാണ്. അപ്പൊ എനിക്ക് ഉപയോഗമായിട്ട് തോന്നിയിട്ടാണ് നിങ്ങൾക്ക് ഇത് തന്നെ കാണിച്ചു തരുന്നത് കേട്ടോ. ഈ കുട്ടി ചോദിച്ചിട്ട് 2 ദിവസമായി. അപ്പോൾ ഞാൻ ഇത് ഇടാൻ വൈകിപ്പോയി. പിന്നെ ഇതേ പാകത്തിൽ വേണം നിങ്ങൾ കലക്കാൻ കേട്ടോ. പിന്നെ എന്താ പറയുക, കക്ഷത്തും കൈമുട്ടിലും ഒക്കെ എനിക്ക് ഈ പാത്രം കഴുകിയിട്ട് എൻ്റെ കൈമുട്ടിൽ വല്ലാതെ ഡാർക്ക് കളർ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് തേച്ചിട്ട് എൻ്റെ അങ്ങനെ മാഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ കാരണം ഞാനേ അടിക്കും തുടയ്ക്കും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് പ്രായമായില്ലേ. ഞാനൊരു കൈ മുട്ടിൽ കുത്തിയിട്ടാണ് മിറ്റടിച്ചു വരിക, ഒരു കൈ മുട്ടിൽ കുത്തിയിട്ടാണ് എന്തേലും പാത്രം കഴുകാൻ നിൽക്കുക. എല്ലാം എനിക്ക് ഇങ്ങനെ കൈ മുട്ടിൽ ഇങ്ങനെ കുത്തിയിട്ട് എൻ്റെ കൈമുട്ട് വല്ലാതെ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഇത് തേച്ചിട്ട് കുറെ മാറിപ്പോയിട്ടോ. അപ്പോ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ്, ഫാസ്റ്റിംഗ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നത് തന്നെ കാണിച്ചു തരാച്ചിട്ടാണ് ഞാൻ കുറെ 2-3 ആയി ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അതിൽ ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടല്ലോ. അപ്പോൾ ഇനി ഇത് എങ്ങനെ തേക്കിയാച്ചാൽ ഞാൻ പറയാം. ആദ്യം നമ്മൾ പിന്നെ ഒരു പാക്ക് കൂടണം കേട്ടോ. അപ്പൊ ഇത് നമ്മൾ സ്ക്രബ് ചെയ്യാനുള്ളതാണ് ഉണ്ടാക്കി വെച്ചത്. നിങ്ങൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ. പിന്നെ ഇങ്ങനെ കമന്റ് ബോക്സിൽ ചോദിക്കുകയാണ് എല്ലാവരും എന്താ അമ്മേന്ന്. അപ്പൊ സ്കിപ്പ് ചെയ്തിട്ടാണ്, സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടത് മക്കളെ ഒരു വെള്ളം, അത്യാവശ്യം ചൂടുള്ള ഒരു വെള്ളം. നമ്മള് സത്യത്തിൽ എന്ത് വേണമെന്നറിയോ, നമ്മൾ ആവി പിടിപ്പിക്കണം. നേരിട്ട് കഴുത്തിലേക്ക് ആവി പിടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കിച്ചാൽ അങ്ങനെ ചെയ്തോളൂ. അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ട് കണ്ടല്ലോ. ചൂടുള്ള വെള്ളത്തിലേക്ക് തുണി അത്യാവശ്യം മുക്കിയിട്ട് പിഴിഞ്ഞത് നമ്മളെ കഴുത്തിൽ 2-3 പ്രാവശ്യം ഒന്നിങ്ങനെ ആവി പിടിപ്പിക്കുക കേട്ടോ. നമ്മളിത് ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കി പിഴിയുക. അപ്പൊ ഈ തുണിക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. ആവി പിടിപ്പിക്കണ പോലെ തന്നെയാണ്. ഒന്നല്ല, നന്നായിട്ട് നമുക്കിത് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ശരീരത്തിലേക്ക്. എന്നാലാണ് ആ ഡാർക്ക് കളർ ഇങ്ങനെ നമുക്ക് പോരുള്ളൂ കണ്ടല്ലോ. എല്ലാവരും ഇങ്ങനെ തുണി മുക്കി ചെയ്താലും മതി കേട്ടോ. ഒന്നിങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ ഈ വെള്ളത്തിൽ മുക്കി നമ്മളിങ്ങനെ ചൂട് പിടിപ്പിക്കണം കേട്ടോ. എങ്കിൽ നമ്മളെ ഇത് പെട്ടെന്ന് കാപ്പിപ്പൊടി പഞ്ചസാര നമ്മളെ സ്ക്രബ്ബറിന് നല്ല റിസൾട്ട് കിട്ടും. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. 3 പ്രാവശ്യം നിങ്ങൾ ചെയ്യണം. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരികയാണല്ലോ. അപ്പൊ ഞാനിപ്പോ 1 പ്രാവശ്യം ചെയ്യണുള്ളൂ. കാരണം എൻ്റെ വീഡിയോ കുട്ടിക്ക്
ഒരുപാട് സമയം ഇവിടെ നിൽക്കാൻ സമയമില്ലായിട്ടാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഇനി സൗകര്യം പോലെ ചെയ്യാലോ. അപ്പോൾ നമ്മളത് 3 പ്രാവശ്യം ചെയ്തതിന്റെ ശേഷം കണ്ടല്ലേ ഈ സ്ക്രബ്ബർ നമ്മൾ കഴുത്തിന് ചുറ്റും തേച്ച് പിടിപ്പിക്കണം. ആദ്യം നമ്മൾ ചുറ്റും ഒന്നും തേക്കുക. എന്റെ മുടി കുളി കഴിഞ്ഞ കുട്ടികളെ കർക്കിടക മാസമല്ലേ അമ്മ കുളിച്ചെണ്ണു കേട്ടോ. പിൻഭാഗത്തുനിന്ന് കാണാണ്ടോ. ഇത് നമ്മളേ 2 കൈ കൊണ്ടും കണ്ടോ ഇങ്ങനെ റൗണ്ടില് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം നിങ്ങൾ ഇത് നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ. ചുറ്റോട് ചുറ്റും എവിടേക്കാണോ നിങ്ങൾക്ക് കറുപ്പ് കളറുള്ളത് വെച്ചാൽ അവിടേക്ക് നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്യാം. ഒരു 3 പ്രാവശ്യം ഇങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് എടുക്കുക, വീണ്ടും ഇങ്ങനെ എടുക്കുക. കഴിയുമ്പോൾ പഞ്ചസാര പൊടിക്കാത്ത തന്നെ എടുക്കണം. പൊടിച്ചെടുത്താൽ നമുക്ക് കുറച്ച് ഇഫക്റ്റ് കുറവാണ്. അതൊന്നിങ്ങനെ ഒരം വേണ്ടേ, നമ്മൾ കഴുത്തിലത്തെ കറുപ്പ് നന്നായിട്ട് പോകണമെങ്കിൽ ഒന്ന് ഒരം വേണം. അത്യാവശ്യം കറുത്ത കളറിൽ നമ്മൾ കാപ്പിപ്പൊടി അത്യാവശ്യം കട്ടിയിൽ തന്നെ എടുക്കണം. വെള്ളം ഏറരുത്, ഒലിച്ചു പോയി അതിന് ഫലം കുറവാണ്. ഒലിക്കരുത്, അത്യാവശ്യം കട്ടയിൽ തന്നെ നിന്നാലാണ് നമ്മളത് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ഡാർക്ക് കളർ ഒന്നിങ്ങനെ ഇളകിപ്പോരുള്ളൂ. ഇത് നമ്മൾ പേക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നല്ല വ്യത്യാസമുണ്ട്. നല്ല ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നത് ഒരു റെമഡി തന്നെയാണ് കാണിച്ചു തരുന്നത്. ഇത്ര തന്നെ റിസൾട്ട് കിട്ടിയിട്ടില്ല. ഞാൻ വേറെ 1-2 കൂടി ചെയ്ത് നോക്കി, അത് ഇത്ര റിസൾട്ട് പോരാ. കാപ്പിപ്പൊടിയാണ് നമുക്ക് ഇനി പാക്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. അത് മുഖത്തൊക്കെ നമുക്ക് തേക്കാട്ടോ, പക്ഷേ ബേക്കിംഗ് സോഡ മുഖത്തൊക്കെ ആരും ഉപയോഗിക്കരുത്. ഇനി അബദ്ധവശാൽ ഈ പാക്ക് മുഖത്തിർത്തേന്ന് ചോദിക്കണവരുണ്ടാവും. അപ്പൊ അവര് ബേക്കിംഗ് സോഡ ഇടരുത്, ഇടിച്ച് കളയണ വേണ്ടു. ഇനി നമ്മളൊരു പാക്ക് ഇടുന്നതും ഈ കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ളത് തന്നെ, അതുകൊണ്ട് നമുക്ക് തുടച്ച് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ പിന്നെ പാക്ക് ഇട്ടിട്ട് നന്നായി കഴുകിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് അത്യാവശ്യം പോയാൽ മതി. മുഴുവനായിട്ട് ഇത് പോയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ തുടച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇത് നമ്മളെ അത്യാവശ്യമൊക്കെ വൃത്തിയായി പോയി. കണ്ണാടി ഇല്ല കേട്ടോ കുട്ടികളെ. അപ്പൊ ഞാനൊരു നിരൂപത്തിൽ തുടച്ചെടുക്കുകയാണ്. ഏകദേശം പോയി എന്നുള്ളൊരു വിചാരത്തിലാണ്. ഈ തുണീന്റെ മുഖത്തൊക്കെ തേച്ചു, അത് സാരമില്ല. കുളിച്ചതാ കുട്ടികളെ. ഇനിയിപ്പോ ഒന്നുമില്ല, ഇനി കഴുത്തൊക്കെ ഒന്നും കൂടി വൃത്തിയായി തുടച്ചാലൊക്കെ പോകും. നമ്മളെ കാപ്പിപ്പൊടിയല്ലേ, വിഷമൊന്നും അല്ലല്ലോ, അവിടെ ഇരുന്നോട്ടെ. മുഖത്തൊക്കെ തേച്ചു. പക്ഷെ ഇതിൽ ബേക്കിംഗ് സോഡ ഇല്ലല്ലോ, മുഖത്തായാലും പേടിക്കാനില്ല. ചിലവർക്ക് ബേക്കിംഗ് സോഡ അലർജിന്റെ തോന്നണു. പക്ഷെ ഇത് കഴുത്തിൽ നല്ലതാട്ടോ, ധൈര്യമായിട്ട് തേക്കാം. ഞാൻ ഇത് തേച്ച് നോക്കിയ ആളാണ്. ഇത്രയൊക്കെ തുടച്ചാൽ മതി. ഇനി അടുത്ത് നമുക്ക് പാക്ക് ഉണ്ടാക്കുക. അത് നമുക്ക് ഇതിലേക്ക് തന്നെ എടുക്കാട്ടോ, ഒരു പേടിയില്ല. നമ്മളിതിപ്പോ പഞ്ചസാരയുടെ ആണല്ലോ, നമുക്ക് കുഴപ്പമില്ലാത്ത സാധനമാണല്ലോ. അതിന് നമുക്ക് ഇനി വേണ്ടതും പാക്ക് ഇടാനും ഇതന്നെ കേട്ടോ വേണ്ടത്. പാക്ക് ഇടാനും നമുക്ക് ഇതാ കാപ്പിപ്പൊടി അത്യാവശ്യം കട്ടിയിൽ പാക്ക് ഇട്ടോളൂ. 1-2 സ്പൂണോ എടുത്തോളൂ. നല്ല കട്ടിയിൽ ഇടണം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഏറരുത്. കാപ്പിപ്പൊടിയാണ്. ഇനി അടുത്തത് നമുക്ക് ഒരു പിഞ്ച്, ഇതൊന്ന് 2 പിഞ്ച് ഇട്ടാൽ മതി കേട്ടോ. ഇത് നമ്മളെ ബേക്കിംഗ് സോഡ 2 പിഞ്ച് ഇടുന്നുള്ളൂ, ഒരുപാട് വേണ്ട. 2-3 പിഞ്ച് നിങ്ങൾ ഇട്ടോളൂ. ഇനി വേണ്ടത് നമുക്ക് ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ. കുറച്ച് ചെറുനാരങ്ങയുടെ നീരാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്. ഇനി നിങ്ങൾ അതിരി അത്യാവശ്യം എടുത്തോളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി അത്യാവശ്യം കട്ടിയിൽ തന്നെ എടുത്തോളൂ. ഇത് നമുക്ക് പാക്ക് ഇടാനുള്ളതല്ലേ. ഇത് നമുക്ക് ലൂസാക്കാൻ റോസ് വാട്ടർ ഉള്ളവർക്ക് റോസ് വാട്ടർ എടുക്കാം. നാരങ്ങയുടെ നീരുകൊണ്ട് ഇത് ലൂസ് ആവണില്ല. ഇനി വെള്ളമാണെങ്കിൽ വെള്ളം ചേർത്തോളൂ. അപ്പൊ നമ്മളുടെ ഈ കൂട്ട് ഞാൻ റോസ് വാട്ടർ കൊണ്ട് തന്നെ കേട്ടോ. ഇനി റോസ് വാട്ടർ ഇല്ലാച്ചിട്ട് ആരും പേടിക്കണ്ട. വെള്ളത്തിലാണെങ്കിലും കുറച്ച് ഇഫക്റ്റ് കുറവാണ്. നമുക്ക് ഇതേപോലെ ഒന്ന് ലൂസാക്കിയിട്ട് വേണം. ഇനി ഒലിക്കൊന്നും വേണ്ട കേട്ടോ. ഇതിനി ഞാൻ കഴുത്തിലൊന്ന് അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ നമ്മളിത് കഴുത്തിന്റെ ചുറ്റും തേച്ചു കേട്ടോ. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം എങ്ങനെ തേക്കണം എന്നൊക്കെ കേട്ടോ. തേക്കൽ കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് വെലിഞ്ഞിട്ടാണ്
ചെയ്യാം. ഇനി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് എത്ര മിനിറ്റ് കഴിഞ്ഞാൽ അത് വലിയണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒരു 10-12 മിനിറ്റ് കഴിയുമ്പോൾ കുറേശ്ശെ വലിയാൻ തുടങ്ങും. അപ്പൊ ഞാൻ ഇപ്പൊ അത് വലിയ നിൽക്കണില്ല കേട്ടോ. ശരിക്കും ഇത് വലിഞ്ഞിട്ടാണ് നമ്മൾ ഈ നാരങ്ങ മുറി കൊണ്ട് ഇതൊന്നിങ്ങനെ ചെറുതായിട്ട് റൊട്ടേഷൻ ചെയ്തിട്ട് നമ്മളൊന്നിങ്ങനെ സ്ക്രബ് ചെയ്യണ പോലെ ഈ നാരങ്ങയുടെ മുറി കൊണ്ട്. ആദ്യം നമ്മൾ നാരങ്ങയുടെ നീര് ചേർത്തിട്ടാണല്ലോ. ഇപ്പൊ നമ്മൾ നാരങ്ങയുടെ മുറി കൊണ്ട് എന്ത് ചെയ്യണമെന്നോ ഇങ്ങനെ ചെറുതായിട്ട് റൊട്ടേഷനിൽ ഇതിങ്ങനെ. അപ്പൊ നമ്മളെ ഇതിലുള്ള എന്താ പറയാ കറുത്തുള്ള കളറുകളൊക്കെ ഇങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ ഇത് ചെയ്യണോട് കൂടി കുറേ ഇളകി പോകണ്ടേ. അപ്പൊ നമുക്ക് വൃത്തിയാവണ്ടേ കഴുത്തേട്ടോ. അപ്പൊ ഇത് നമുക്ക് 10 മിനിറ്റ് 15 മിനിറ്റ് ഇരിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരല്ലേ ഞാൻ. അപ്പൊ ഇത് ഞാൻ എങ്ങനെയാന്ന് മസാജ് ചെയ്യാന്ന് കൂടി കാണിച്ചു തരാം ഈ നാരങ്ങയുടെ മുറി കൊണ്ട്. ഒന്നിങ്ങനെ ഞെക്കിപ്പിഴിയണം കേട്ടോ, വെള്ളം ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടേ. എന്നിട്ട് ഇതാ ഇങ്ങനെ നമ്മള് എല്ലായിടും റൗണ്ടിൽ ഇത് നമ്മൾ നല്ല മസാജ് ചെയ്യണം. നമ്മളെ കൈമുട്ടിലൊക്കെ ഇതിങ്ങനെ നിങ്ങൾ വെച്ചോളുണ്ടു, എന്നിട്ട് കുളിച്ചാൽ മതി. ഞാൻ തന്നെ അബദ്ധം ചെയ്തു, കുളി കഴിഞ്ഞു പോട്ടെ, ഇനി നമുക്ക് ഇത് തുടച്ചു കളയാം. നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാനല്ലേ, കർക്കിടക മാസമല്ലേ വെച്ചിട്ടാട്ടോ അമ്മ രാവിലെ കുളിച്ചത്. അപ്പൊ ഇതിനി ഇങ്ങനെ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ മസാജ് ചെയ്യണം കേട്ടോ. ഞാനിതൊരു 2-3 മിനിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. ഇനി ഇത് തുടച്ചു കളഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോ നന്നായി തുടച്ചു ഒക്കെ ഞാൻ വെള്ളമൊക്കെ മുക്കി തുടച്ചൊക്കെ വൃത്തിയാക്കി കളഞ്ഞു കേട്ടോ. എന്നിട്ടൊരു മാക്സി മാറ്റിയതാണേ, നനഞ്ഞു കുളിച്ചു ഞാൻ. അത്യാവശ്യം എല്ലായിടത്തും കാപ്പിപ്പൊടിയായി മുടിയിലടക്കം. അപ്പൊ ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ എന്താ നിങ്ങളുടെ അടുത്തുള്ള ബോഡി ലോഷനോ എന്താണെങ്കിലും എന്തെങ്കിലും ഒരു ലോഷൻ നിങ്ങൾ ഇതില് കഴുത്തിൽ അപ്ലൈ ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ വെറും അലോവേര ആയാലും വേണ്ടില്ല, ബോഡി ലോഷൻ ആയാലും എന്തിനും വേണ്ടില്ല. ഇത് ഞാൻ അലോവേരയുടെ ഒരു വീട്ടിലുണ്ടാക്കിയൊരു സംഭവം കേട്ടോ. എന്നെ കൊണ്ട് കഴിയുന്ന വിധം ഗ്ലിസറിൻ അലോവേരയൊക്കെ ഉള്ളതാണ്. ഞാൻ ഇതാണ് കയ്യിലും കാലിലൊക്കെ ചുളിവൊക്കെ പോകാൻ നല്ലതാ പറഞ്ഞിട്ട് ഞാൻ ഇതാട്ടോ തേക്കല്. അപ്പൊ എന്താണെങ്കിലും ഇതൊന്ന് കുറച്ചെടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ കഴുത്തിന്റെ ബാക്കിലൊക്കെ ഇങ്ങനെ കണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ കുറേശ്ശെ ചെയ്തിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുക. അപ്പോ കണ്ടല്ലോ, ഇങ്ങനെ കഴുത്ത് ഒന്ന് അത്യാവശ്യം ഒന്നിങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് ഉണ്ട്. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒന്ന് മസാജ് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡ കൂട്ടിയിട്ടില്ലേ, ബേക്കിംഗ് സോഡ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ശരീരത്തിൽ എവിടെയെങ്കിലും കഴിച്ചാൽ ഇവിടെ പിന്നിൽ എവിടെയെങ്കിലും തേച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അലർജി ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ടാൽ മതി. അല്ലാത്തവർ നമ്മളെ ഈ വാളംപുളി ഇല്ലേ, വാളംപുളി കുറുക്കനെ പിഴിഞ്ഞിട്ട് ലേശം 1 സ്പൂൺ അതിന്റെ കൊഴുത്തിലുള്ള സംഭവം കൂട്ടിച്ചേർത്തിയാലും മതിയെങ്കിൽ നിങ്ങൾക്ക് അലർജി ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? എല്ലാവർക്കും ഒന്നും അലർജിയിലേക്ക് അലർജി ഒന്നുമില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ബേക്കിംഗ് സോഡ കൂട്ടിയത്. എന്താ വെച്ചാൽ കൂടുതൽ ഇഫക്റ്റീവാണ്, പെട്ടെന്ന് റിസൾട്ട് ഇടും. ഇത് നിങ്ങൾ ദിവസേന ചെയ്യണ്ട കേട്ടോ. 3 ദിവസത്തിലൊരിക്കലും അങ്ങനെ കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈയിന്റെ മുട്ടിലെ കാലിന്റെ എല്ലാം എവിടേക്കേ നിങ്ങൾക്ക് കറുപ്പുള്ള ചൊക്കെ വൃത്തിയാവുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വിട്ടുപോയിക്കൊണ്ടു വെച്ചാലോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ ഒക്കെ കമന്റ് ബോക്സിൽ ഒന്ന് ചോദിക്കണം. അപ്പൊ ഇത് ഒരുപാട് നല്ലൊരു സംഭവമാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. കാരണം നമുക്ക് പേടിക്കണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള റെമഡികൾ തന്നെയല്ലേ. അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കണം. അപ്പൊ ഇനി മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.